ശ്രീ കെ പ്രേമൻ 5 മിനിറ്റ്. ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സദസ്സിനെയും ചെയറിനെയും ആദ്യമായി വന്ദിക്കുകയാണ്. ഈ നിയമസഭയിൽ വരുവാനും ഇതുപോലെ സംസാരിക്കാനും ഒരു അവസരമൊരുക്കിയ എൻ്റെ പാർട്ടിക്കും പ്രതിസന്ധിയുടെ പെരുമഴക്കാലത്തും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എന്നെ ചേർത്ത് പിടിച്ച നെന്മാറയിലെ പ്രിയപ്പെട്ട ജനതയ്ക്കും ആദ്യമായി ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. സർ, കേരളത്തിലെ ഭവനരഹിതരായ പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ LDF സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് പദ്ധതി. സ്വന്തമായി ഒരു വീട് എന്ന ഒരു സ്വപ്നമാണ് അവർക്കെപ്പോഴും ഒരു ആത്മാഭിമാനമായി മാറുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ ആ പദ്ധതിയുടെ ഒരു തുടർച്ച പോലുമില്ലാത്ത നയപ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയത് എന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവർക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായി വേണം ഈ നയപ്രഖ്യാപനത്തെ കാണാൻ. അതുകൊണ്ട് തന്നെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മധുരമില്ലാത്ത മുട്ടായിയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ അതിശക്തിയായി ഞാൻ എതിർക്കുകയാണ്. ലോകത്താകെ കണക്കെടുത്താൽ മതിയായ പാർപ്പിട സൗകര്യങ്ങളില്ലാത്ത മനുഷ്യർ ഏകദേശം 160 കോടിയോളം വരും. അത് ലോകത്തിൽ 5-1. അതിൽ മാതൃകാപരമായ ഒരു പദ്ധതി എന്നുള്ള നിലയിൽ കേരളത്തിൽ നടപ്പിലാക്കിയ ലൈഫ് പദ്ധതിയിലൂടെ 5,962 കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം നൽകാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പാവങ്ങളുടെ അത്താണിയായ ഈ പദ്ധതിയെ രാഷ്ട്രീയ തിമിരം വഹിച്ച് ഇന്നത്തെ സർക്കാർ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പദ്ധതിയും ഇവിടെ തുടരേണ്ടതില്ല എന്നത് തികച്ചും ഹീനമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ 1,07,513 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിച്ചു വരികയാണ്. സർക്കാരിൻ്റെ ഈ പിന്മാറ്റം പാതി വഴിയിലായി ഈ വീടുകളുടെ നിർമ്മാണം പൂർണ്ണമായും നിലയ്ക്കാൻ തന്നെ കാരണമാവും. അതുകൊണ്ട് തന്നെ ആരോഗ്യവും വിദ്യാഭ്യാസവും മുതൽ പാർപ്പിടം വരെയുള്ള അടിസ്ഥാന അവകാശങ്ങളെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് നൽകാനുള്ള വലതുപക്ഷ നയങ്ങളുടെ അതേ പാതയിലൂടെ തന്നെയാണ് ഈ സർക്കാരും മുന്നോട്ട് പോകുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ആശാ വർക്കർമാർക്ക് 21,000 വേതനം നൽകണമെന്ന് വാദിച്ച കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയപ്പോൾ വെറും 3,000 രൂപ മാത്രം വർദ്ധിപ്പിച്ച് തൊഴിലാളികളെ വഞ്ചിച്ചിരിക്കുകയാണ് സാർ. 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ വെറും 500 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ള കാര്യമെന്നത് മറക്കാൻ വേണ്ടി പാടില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണകാലത്ത് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ആശാ വർക്കർമാർക്ക് 8,000 രൂപയുടെ വേതന വർധനവാണ് വരുത്തിയിട്ടുള്ളത് എന്നതും മറക്കാൻ വേണ്ടി പാടില്ല. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അംഗൻവാടി ജീവനക്കാർക്കും പാചക തൊഴിലാളികൾക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വേതന വർധനവും സാമൂഹ്യ സുരക്ഷിതത്വവും നൽകിയത് കേരളത്തിലെ LDF സർക്കാരായിരുന്നു എന്നതും മറക്കാൻ വേണ്ടി പാടില്ല. കേരളത്തിൻ്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാവാത്ത കോൺഗ്രസ് എന്നാൽ ഇന്ന് ചില അനുഭാവപൂർണമായ സമീപനങ്ങളിലൂടെ പാമ്പിനെയാണ് പാല് കൊടുത്ത് വളർത്തുന്നതെന്നതും ഓർക്കുന്നത് നന്നായിരിക്കും. സംസ്ഥാനത്തിൻ്റെ പൊതുധനകാര്യം കടുത്ത സമ്മർദ്ദത്തിലാണെന്നും സാമ്പത്തിക നിലയെക്കുറിച്ച് ധവളപത്രം ഇറക്കുമെന്നും പറയുന്ന സർക്കാർ തന്നെയാണ് കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത വരുത്തുന്ന 6 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനുള്ള സാമ്പത്തിക ഞെരുക്കം എന്ന് പറയുന്ന സർക്കാർ തന്നെ കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത വരുത്തുന്ന ഈ പദ്ധതികൾ എങ്ങനെ പ്രായോഗികമാക്കും എന്നും കൂടി വരാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ല എന്നതാണ് സാർ എനിക്ക് പറയാനുള്ളത്. സാർ, ഞാൻ പ്രതിനിധീകരിക്കുന്ന നെന്മാറ മണ്ഡലം പ്രധാനമായും നെൽകൃഷിയെ ആശ്രയിക്കുന്ന ഒരു കാർഷിക മേഖലയാണ്. ഈ മഴക്കാലത്ത് വളരെ ആശങ്കകളോടുകൂടിയാണ് കർഷകർ കഴിഞ്ഞുകൂടുന്നത്. കാരണം കഴിഞ്ഞ LDF സർക്കാർ
നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ബാങ്കിന് PRS അടിക്കുകയും അതിന്റെ പ്രവർത്തനം നടന്നു വരുന്നതിനിടെയാണ് ആ പദ്ധതികൾ ക്യാൻസലാക്കി എന്ന് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇനിയും PRSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ സാങ്കേതികത്വം പൂർത്തീകരിക്കണമെങ്കിൽ മാസങ്ങളോളം വേണ്ടി വരുമ്പോൾ അവിടെ കർഷകന്റെ കണ്ണീരാണ് മഴത്തുള്ളികൾക്കൊപ്പം ഈ മണ്ണിൽ വീണലിയുന്നതെന്ന് കൂടി ഈ സർക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അന്നം നൽകുന്ന കർഷകന്റെ അന്നം മുട്ടിക്കുന്ന ഏർപ്പാടുകളിൽ നിന്നും ഈ സർക്കാർ പിന്മാറണം, അവരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന അഭ്യർത്ഥനയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാനുള്ളത്. അതുപോലെ കഴിഞ്ഞു സാർ, ആദ്യമായിട്ടല്ലേ സാർ. അതുപോലെ തന്നെ സാർ, അസംഖ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കിയ പൊതുമരാമത്ത് റോഡുകളുടെ അവസ്ഥ പലതും പുരോഗമിച്ചു വരുന്നു, അവസാന ഘട്ടത്തിലാണ്. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനവ് മൂലം അതിൽ കരാറുകാർ ഉൾപ്പെടെയുള്ളവർ വളരെ വലിയ ആവലാതിയിലാണ്, പണി മുടങ്ങി കിടക്കുന്ന സ്ഥിതിയാണ്. ആയതെല്ലാം പൂർത്തീകരിക്കാൻ ഈ നയപ്രഖ്യാപനത്തിൽ ഒന്നും കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജനപക്ഷത്തോട് ഒപ്പം ചേർന്നുകൊണ്ട് സാധാരണക്കാരായ പാവപ്പെട്ടവരായ തൊഴിലാളികളായ സാധാരണക്കാർക്കൊപ്പം അവർക്ക് ഗുണം ലഭിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യണം, നടപ്പിലാക്കണമെന്ന വിനയപൂർവമായ അഭ്യർത്ഥനയാണ് സഭയുടെ മുമ്പാകെ വെച്ചുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.